2014 മോഡൽ 15 രജിസ്ട്രേഷൻ ഡീസൽ VDI. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ 36,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി ഡീസൽ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള. 2018 മോഡൽ ഹുണ്ടായിയുടെ i20 മാഗ്ന. 2013 മോഡൽ ഡിസയർ ഡീസൽ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ 75,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചാത്തന്നൂർ എന്ന് പറയുന്ന ഭാഗത്താണ്. ഊറാംവിള, കൊല്ലം ജില്ല തന്നെയാണ്. കൊല്ലം ചാത്തന്നൂർ ഊറാംവിള എന്ന് പറയുന്ന ഭാഗത്ത് റിയൽ യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല. അപ്പം പുതിയ കുറേ അധികം സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്, നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്, അത്യാവശ്യം നല്ല മാന്യമായ വിലയ്ക്ക് വിൽക്കുന്ന ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന ഉതകുന്നു പോയ നല്ലൊരു വീഡിയോ ആയിരിക്കും. ഒരുപാട് വലിയ വണ്ടികളുണ്ടെന്നല്ല, എന്നാൽ പോലും അത്യാവശ്യം കിലോമീറ്റേഴ്സൊക്കെ വളരെ കുറഞ്ഞ ഓടിയ വണ്ടികൾ വരെ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിടക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. 2019 നെക്സോൺ. 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ. ജെന്യൂൻ ആണ്. കറക്റ്റ് കമ്പനി സർവീസാണ്. റീപ്ലേസ് യാതൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആണോ? മാനുവലാണ്. 2019. ഓക്കെ. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ ആണേ? അതെ. കിലോമീറ്ററിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. കറക്റ്റ് 50,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. നെക്സോൺ. പെട്രോളോ ഡീസലോ? പെട്രോളാണ്. പെട്രോൾ വേരിയന്റ്. മൈലേജ് എങ്ങനെയാ? ഒരു 16 പ്രതീക്ഷിക്കുക. 16. ഓക്കെ. ലോങ് ആണെങ്കിൽ നമുക്ക് ഒരു 18 വരെ നോക്കാം, പ്രതീക്ഷിക്കാം. ഓക്കെ. ടയേഴ്സ് എല്ലാം ഇപ്പം മാറിയിട്ടാണോ? ടയറെല്ലാം പുതിയ ടയർ 80% ഉള്ളതാണ്. 80% കൂടുതൽ ടയർ ഉള്ളതാണ്. എത്ര ചോദ്യം എത്രയാ? ഇത് നമുക്കൊരു ഫൈനൽ 5,50,000 രൂപയ്ക്ക് കൊടുക്കാം. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 5 ലക്ഷം രൂപ 5 വർഷം വരെ ലോൺ എടുക്കാൻ പറ്റും. 2017 ബലേനയാണ്. ബലേനോടെ ഡെൽറ്റ ഡീസലാണ്. ഓക്കെ. 65,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ് ഇല്ലാത്ത ഡീസൽ വണ്ടിയാണ്. വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പോറല്ലോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു സ്ക്രാച്ചും ഇല്ല. നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ 6 ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഇതിനകത്ത് നമുക്ക് വരുത്താൻ പറ്റും. GSTയുടെ വിലയിലൊക്കെ ഡീസൽ ആയതുകൊണ്ടാണ് ഈ വില വരുന്നത്. അല്ല, GSTയുടെ മാറ്റങ്ങളൊക്കെ മുന്നിൽ കണ്ടുവേണം വില പറയാൻ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ളതാണെങ്കിൽ പറയാം. ക്ലെയിം ഉള്ളതാണെങ്കിൽ നമ്മൾ പറയാം. ഓക്കെ. ഈ വണ്ടിയുടെയും ടയേഴ്സ് അത്യാവശ്യം നല്ല ടയറുണ്ട്, പക്ഷെ മറ്റേ വണ്ടിയുടെ അത്രയില്ല, എങ്കിലും ഉണ്ട്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് കിടപ്പുണ്ട്. 6 അല്ലേ? 2017 മോഡൽ. അല്ല, 6 ലക്ഷം അല്ലേ ചോദിക്കുന്നത്? 6 ലക്ഷം രൂപ. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ 36,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു വീട്ടിൽ തന്നെ മാറിയതാണ്. ഓ, ചേട്ടാനുജന്മാരങ്ങനെ. അതെ. 38 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസാണ്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ട് യാതൊന്നുമില്ല. ഒരു റീപെയിന്റ് എന്ന് പറയുന്നത് പോലും ഇതിനകത്ത് തൊട്ടിട്ടില്ല. 4 പുത്തൻ ടയർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. 38 ഒരു 1000 കിലോമീറ്റർ ഓടി കാണത്തേ ഉള്ളൂ. ടയർ മാറിയിട്ടുണ്ട്. എല്ലാം പുത്തൻ ടയർ. എത്ര ചോദ്യം? ബൊലേറോ. ഇത് നമുക്ക് 7.5 ചോദിക്കുന്നത്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാൻ പറ്റും. 2019 20 രജിസ്ട്രേഷൻ. ബോഡിയൊക്കെ നല്ല പക്ക നീറ്റ്. അതിനകത്തൊരു പോറൽ പോലും കാണത്തില്ല. ഫ്രഷ് ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? ഇതൊരു 5.5 ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് എടുക്കാൻ പറ്റും. ബാലൻസ് 7.5 എന്നുള്ള അതിനകത്ത് മാന്യമായിട്ടൊരു 7.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2023 5000 കിലോമീറ്റർ ഓടിയ എക്സ്പ്രസോ. മാരുതിയുടെ എക്സ്പ്രസോ. ഫസ്റ്റ് ടയർ തന്നെ. അതെ. 5000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. നീറ്റ് വണ്ടി. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല.
നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 5 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. അതിൻ്റേതായ ക്വാളിറ്റി ആ വണ്ടിക്കുണ്ട്. എത്ര ചോദിക്കുന്നത്? 4.5 കൊടുക്കാം. 4.5. എക്സ്പ്രസ്സോ പുതിയത് ഇറങ്ങിയപ്പോൾ എത്ര കാണും? അന്ന് 5-6 രൂപ വില ഉണ്ടായിരുന്നു. 6 രൂപ. ഇപ്പം ചെറിയ വ്യത്യാസമുണ്ട്, കുറവുണ്ട്. ഇപ്പോൾ വില വ്യത്യാസം വരുന്നുണ്ടല്ലേ ഈ GST-യുടെ ഇത് വന്നപ്പോൾ? അതുകൊണ്ടാണ് അത് ലാഭമില്ലാതെ കൊടുക്കാമെന്ന് പറയുന്നത്. 4.5 എടുത്ത് ആ ഒരു പ്രൈസ് വെച്ച് കൊടുക്കുക. 2014 വാഗണർ VXI 61,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കേട്ടില്ല? സിംഗിൾ ഓണർഷിപ്പാണ്, ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്, ക്വാളിറ്റിയാണ്. വണ്ടി കാണുമ്പോൾ അറിയാം. വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഡോർ പാഡൊക്കെ നോക്കിയാലും ആ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ടയേഴ്സ് ആവറേജേ ഉള്ളൂ. എത്ര ചോദ്യം? 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3 ലാസ്റ്റ് പ്രൈസ് ആണോ? അത് ഏകദേശം ഫൈനലാവും. 3 ലക്ഷം രൂപ. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, ഹോണ്ട സിറ്റി ഡീസൽ. ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള സിംഗിൾ ഓണറാണതും. കറക്റ്റ് കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടി. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് വരുന്നതാണ്? രണ്ടാമത് ചെയ്തതാണ്. ഈ വണ്ടിക്ക് ഹിസ്റ്ററി എല്ലാം കറക്റ്റാണ്. 78,000 സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. 78,000 ഇപ്പം 80 ആയിട്ടുണ്ട്. 2000 കിലോമീറ്റർ കൂടി ഓടിയിട്ടുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. എല്ലാം ഒരു റീപ്ലേസും ഇല്ല. 5,20,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. മൈലേജ് എന്താണ്? 23, 24 വരെ ഡീസലിൽ മൈലേജ് കിട്ടുന്നുണ്ട്. 2016 മോഡൽ, 17 രജിസ്ട്രേഷനുള്ള സെലേറിയോ VXI. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയൊരു റീപ്ലേസ് ഉണ്ട്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ആക്സിഡന്റ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ബമ്പറൊന്നും മാറിയില്ല. ബമ്പറും ബോണറ്റും മാറിയിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. അതൊന്ന് തുറന്ന് കാണിച്ചു തരാമോ? എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് ഒരു അഫ്രോണ്ട് സൈഡൊക്കെ ഒന്ന് നോക്കാൻ. 2,75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപാകത ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ വിലയിൽ വ്യത്യാസമുണ്ട് അല്ലേ? 2,75,000. അത് ലാസ്റ്റ് ആണോ? അതിനകത്ത് എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കാം. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. പുതിയ ടയറാണ്. 4 ടയർ പുതിയതാണ്. ബോഡി അല്ലാതെ വേറെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ഈ ഒരു പീസ് മാത്രം മാറിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ഒന്നുമില്ല. ഈ ബോണറ്റ് ഈ ഒരു പീസ് മാത്രം മാറിയിട്ടുണ്ട്. ബോണറ്റും ബമ്പറും. അതെ. ഓക്കെ. ഇല്ല, വേറെ അപാകതകളൊന്നുമില്ല. ഓക്കെ. ബാക്കിയൊക്കെ ഒറിജിനൽ തന്നെ, അതൊന്നും കുഴപ്പമില്ല. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, ഡീസൽ VDI സ്വിഫ്റ്റ് ഡിസയർ VDI ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 35,000 കിലോമീറ്ററാണ്. കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇപ്പം സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. പുതിയ ലെതർ സീറ്റ് കാര്യങ്ങൾ എല്ലാം. വണ്ടിക്കകവും കൊള്ളാം, നല്ല വൃത്തിയായിട്ട്. എല്ലാം നീറ്റ്, ഒന്നും പറയാനില്ല. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ബോഡി ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ? ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ടയർ നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. ക്ലീൻ ആയിട്ടുള്ളതാണ്. എത്ര ചോദ്യം? 4,80,000 രൂപയ്ക്ക് കൊടുക്കാം. പെട്രോളോ ഡീസലാണ്? VDI ഡീസൽ വണ്ടിയാണ്. 35,000 കിലോമീറ്ററാണ് ഓടിയത്. അത്ര ഓടിയിട്ടുള്ളൂ ഡീസൽ വണ്ടി? അതെല്ലാം കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. അല്ല, ഡീസൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. 2015 മോഡലാണ്. 54,000 കിലോമീറ്റർ ഓടിയ ഡീസൽ VDI. അതും ഡീസലാണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. മാത്രമേ ഉള്ളൂ ഈ 4 ഓണർഷിപ്പ് വരുന്ന വണ്ടി. പക്ഷെ ഒരു വീട്ടിൽ തന്നെയാണ് ഇത്. 4 ഒരു വീട്ടില്? 2 ഓണർഷിപ്പ് ഒരു വീട്ടിലാണ് മാറിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർ എടുത്ത വണ്ടിയാണ്. ഓക്കെ. 4 പുത്തൻ ടയർ, വലിയ ടയർ, വീതി കൂടിയ ടയറാണ് ഇട്ടേക്കുന്നത്. അത് പുതിയതാണ്. നല്ലൊരു അലോയ് വീലുണ്ട്. വേറെ റീപ്ലേസുകളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,25,000 രൂപ കൊടുക്കാം. ലാസ്റ്റ് 4,20,000 വരെ കൊടുക്കാം. അത്രേ പറ്റുള്ളൂ. 2017 മോഡലാണ്. സെലേറിയോ VXI സിംഗിൾ ഓണർ. എന്ത് റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടം
46,000 കിലോമീറ്റർ, 4 പുത്തൻ ടയർ. ടയേഴ്സ് എല്ലാം ഇവിടെ മാറുന്നതാണോ? അത് കുറവുണ്ടെങ്കിൽ എപ്പോഴും മാറും. ടയർ കുറവുള്ളതാണെങ്കിൽ ടയർ മാറി തന്നെ കൊടുക്കുന്നത്. ഫ്രഷ് ടയർ ഇട്ടാണ് കൊടുക്കുന്നത് അല്ലേ? ഇത് 46-ൽ 4 ടയർ മാറിയതാണ്. വണ്ടിക്കകം കാണാൻ കൊണ്ടാണ് നല്ല വൃത്തിയായിട്ട് പോണ്ട്. ടയേഴ്സ് പുതിയതാണെന്ന് പറഞ്ഞു. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. എത്ര? 2017. നമുക്ക് 3,50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. മാനുവൽ VXI 2012 മോഡൽ സിംഗിൾ ഓണർ വോൾക്സ്വാഗൻ വെൻഡോ ഹൈലൈൻ. എന്ത് ഓടിയിട്ടുണ്ട്? 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 85,000. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? യാതൊരു റീപ്ലേസും ഉള്ളതല്ല, കറക്റ്റ് കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യുയിൻ ആണ്? എല്ലാം കറക്റ്റാണ്. ബാക്ക് സൈഡ് നോക്കിയാൽ പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് പെയിന്റ് തന്നെ ആയിക്കാണ്. ഓക്കെ, എത്ര ചോദ്യം? എത്രയാണ്? 2,85,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഫൈനൽ 2,85,000. 2018 മോഡൽ ഹുണ്ടായിയുടെ i20 മാഗ്ന 13,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പെട്രോളാ ഡീസലാ? പെട്രോളാണ്. ഒരു സ്ക്രാച്ചോ പോറലോ ഒന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടി. 13,000 കിലോമീറ്റർ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നതാണോ? അതെ. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, ഇഷ്ടം പോലെ തന്നെ. വണ്ടി 13,000 കിലോമീറ്റർ സിംഗിൾ ഓണർ തന്നെ. എല്ലാം നല്ല ക്വാളിറ്റി തന്നെ പോകുന്നുണ്ട്. ടയേഴ്സ് നല്ല ടയേഴ്സ്. 5,20,000 രൂപയ്ക്ക് കൊടുക്കുക. ഇത് ഡീസൽ ആകുമ്പോൾ ഒരു 17-16 ആ റേഞ്ചിനൊക്കെ മൈലേജ് ആണ്. പെട്രോളിന് 16-17 ഉണ്ട്. ഇത് ഡീസലാണെങ്കിൽ 20 മുകളിൽ കിട്ടും. ഓക്കെ. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ. 2013 മോഡൽ ഡിസയർ ഡീസൽ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ 75,000 കിലോമീറ്റർ. 75 ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർ 75,000 കിലോമീറ്റർ. ഡീസലാണ്. ടാക്സി ഓടുന്നവർക്ക് വരെ കൊള്ളാവുന്ന വലിയ ഡിക്കിയുള്ളത്. എത്ര ചോദ്യം? ഇത് നമുക്ക് ഒരു 3,15,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിന്റെ ടയർ മാറി കൊടുക്കും? 2 ടയർ മാറി കൊടുക്കും. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടി കാണാൻ വെറുതെ പറയുന്നതല്ല, റീപ്ലേസ് ഉണ്ടെന്ന് ധൈര്യമായിട്ട് വന്ന് നോക്കാം. അത്ര ഉറപ്പായിട്ടാണ് പറയുന്നത്. റീപ്ലേസ് ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. അതൊരു വണ്ടിയിൽ പറയുകയും ചെയ്തല്ലോ, സെലീരിയയിൽ. അത് നമ്മൾ സെലീരിയല്ലേ? അതെ, നമ്മൾ പറയുകയും ചെയ്തല്ലോ. ഈ വണ്ടി എത്ര രൂപ ഇറക്കാൻ പറ്റും? ഏതാണ് ഈ വണ്ടി? ഇത് നമുക്കൊരു 60 രൂപ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. 2,50,000 രൂപ ഫിനാൻസ് എടുക്കാൻ പറ്റും. എത്ര ചോദിക്കുന്നത്? 3,15,000 കൊടുക്കാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാത്തിലുപരി നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. ഒരു വണ്ടി ഒഴിച്ച് ബാക്കി എല്ലാ ഒരു വണ്ടി എന്ന് പറയുന്ന വണ്ടിയും ടച്ച് ആൻഡ് പോളിഷ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വസിച്ചെടുക്കാവുന്ന നല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉതകുന്ന ഒരു നല്ല വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.